ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പറഞ്ഞ സ്ക്വിൻ സർജറി എക്സ്പീരിയൻസിനെ പറ്റിയായിരുന്നു. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വന്ന് സെക്കൻഡ് പാർട്ട് കാണണേ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം സർജറിയൊക്കെ കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് സ്ക്വിൻ്റ് വരുന്നത് പോലെ എനിക്ക് മനസ്സിലായി. ഫോട്ടോസിലൊക്കെ എനിക്കത് വിസിബിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. അങ്ങനെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഡോക്ടറിനെ പോയി കാണാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് എടുത്തിട്ട് വരണം, നമുക്കപ്പോൾ കാണാൻ പറ്റുമെന്ന്. അപ്പം ആഫ്റ്റർ ഫോട്ടോ എടുത്ത സമയത്തും എൻ്റെ കണ്ണിന് ചെറിയൊരു സ്ക്വിൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ചെറുതായിട്ട് കണ്ണിങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ചെക്ക് ചെയ്ത സമയത്ത് പുള്ളിക്കാരിക്ക് മനസ്സിലായി, ഓക്കെ കണ്ണിന് വീണ്ടും സ്ക്വിൻ്റ് ചെറുതായിട്ടുണ്ടെന്ന്. അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയയുടേത് ഭയങ്കര വലിയ സ്ക്വിൻ്റ് ആയിരുന്നു, മെഷർമെൻറ്റ് എവിടെ എടുക്കും കേട്ടോ. മെഷർമെൻറ്റ് എടുത്ത സമയത്തും ഭയങ്കര മെഷർമെൻറ്റ് നല്ല ലെങ്ത് ഉണ്ട് എന്ന് വെച്ചാൽ നല്ല ഇതിൽ മാറിയിരിക്കുമായിരുന്നു ഒരു സൈഡിലോട്ട്. അപ്പം അങ്ങനെ ഡോക്ടർ എനിക്ക് രണ്ടാമത് സർജറി ചെയ്യാനുള്ള ഇതൊക്കെ എഴുതി തന്നു, ടെസ്റ്റൊക്കെ എഴുതി തന്നു. അതൊക്കെ ഭയങ്കര ഒരുപാട് ഒത്തിരി ഒന്നും നീണ്ടുപോയില്ലേ. ഫസ്റ്റ് സർജറി ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് സർജറി ചെയ്തിട്ട് ഇപ്പം 1 വർഷമാവുന്നു. എനിക്ക് ഇപ്പോൾ ഒരു ചെറിയതായിട്ട് എനിക്ക് കോങ്ങൺ അറിയാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഈ 1 വർഷത്തിനിടയിൽ എനിക്കൊരു ഒരു തരത്തിലും കോങ്ങൺ ഉള്ളതായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്കോ കോങ്ങണ്ണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിലേ ആശുപത്രിയിലായിട്ട് കാണിക്കണം. അത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ക്വിൻ്റ് എന്ന് പറയുമ്പം ഒരു കണ്ണ് മടിയൻ കണ്ണെന്ന് പറയും. സ്ക്വിൻ്റ്, മടിയൻ കണ്ണ്, ലേസി ആയി, അങ്ങനെയൊക്കെ കുറേ ഇതിൽ പറയാറുണ്ട്. അപ്പം ഈ ഒരു എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വലത്തെ കണ്ണ് മാത്രമേ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഞാൻ വലത്തെ കണ്ണിലൂടെ കാണുന്ന കാഴ്ച മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ഇടത്തെ കണ്ണ് ബ്ലറായിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു, വർക്ക് ചെയ്യാതെ അങ്ങനെ മാറി അങ്ങ് ഇരിക്കുമായിരുന്നു. അപ്പം കുറേ നാൾ അങ്ങനെ പോയി ആ കണ്ണിന് കാഴ്ച ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ -1, -1.5 അങ്ങനെ അത്രയായി. അതുകൊണ്ട് ബ്ലർ വിഷനാണ്. നമുക്ക് -1.5 ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരു ബ്ലർ വിഷനാണ്. കുറച്ച് ദൂരെ ഉള്ളവരെ ഒന്നും നമുക്ക് മുഖമൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഇനിയും കുറച്ച് നാളിലൂടെ ഞാൻ അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആ കണ്ണിൻ്റെ പയ്യെ ആ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വന്നേനെ. അപ്പോൾ കോങ്ങണ്ണുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിലൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭാഗ്യ കോങ്ങണ്ണാണെന്നും അങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കില്ല കേട്ടോ. നിങ്ങളത് അപ്പം തന്നെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്തോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളത് മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് കോങ്ങണ്ണ്. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഞാൻ ഈ ഇരിക്കുന്നത്. എനിക്ക് വലിയ കോങ്ങണ്ണായിരുന്നു, നല്ല കോങ്ങണ്ണായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് ചെറിയ കോങ്ങണ്ണുകളൊക്കെ ഒറ്റ സർജറിയിൽ മാറ്റാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഈ സർജറിയിൽ ആകെ ചിലവായത് 2 സർജറിയും കൂടെ അല്ല, ഒറ്റ സർജറി എനിക്ക് ആകെ ചിലവായതൊരു അവിടെ ഫുഡിൻ്റെയും എല്ലാം കൂടെ ഒരു 6,000-7,000 അത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഫുള്ളി ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അത്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഐ ഹോസ്പിറ്റലാണത്. ഇതും എനിക്ക് വലിയ ചിലവുകളൊന്നും ഉണ്ടായില്ല. ആ സർജറി സമയത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു മെഡിസിനൊക്കെ വാങ്ങിക്കേണ്ട കുറച്ച് ഇതുണ്ടായിരുന്നു. അത് മാത്രമായിട്ടാണ്, അത് തന്നെ ആ ഒരു 14,000 എത്ര രൂപ സംതിങ് ആവും. അപ്പം അത് ആർക്കാണെങ്കിലും ഉണ്ടാക്കാവുന്ന തന്നെ. എൻ്റെ ഫസ്റ്റ് സർജറിയുടെ സമയത്ത് എനിക്ക് അത്രയും കൂടി എൻ്റെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ ഒരു മോതിരം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് സർജറി ചെയ്തത്. അപ്പം നിങ്ങൾക്കും മനസ്സിലാവുമല്ലോ. ഞാൻ കോങ്ങണ്ണ് കൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ മുഖത്ത് നോക്കി ആരോടും സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കൂട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തൊന്നും ഞാൻ അത്ര +1 +2 സമയത്തൊന്നും മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറേ കളിയാക്കലൊക്കെ എനിക്ക് അത് പറയാൻ പറ്റാത്ത ഒരുപാട് കളിയാക്കലുകളും അങ്ങനെ ഇങ്ങനെ കുറേ തെക്കോട്ടും വടക്കോട്ടും ഇരിക്കുന്ന കണ്ണ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ കോങ്ങണ്ണൊക്കെ നിസ്സാരമില്ലെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരിക്കും അത്.
ഇപ്പോഴും ഒരുപാട് പേര് ഈ കോങ്കണ്ണെന്നും പറഞ്ഞിട്ട് എന്താ കോമഡി ആയിട്ടൊക്കെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് ഭയങ്കര കോമഡി ആയിരിക്കും, നിങ്ങൾ അത് കേട്ടിട്ട് ഒരുപാട് പേര് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് ചിരി വരുമായിരിക്കും, പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ സ്ക്രീൻ സർജറി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുമ്പം എന്തൊക്കെയാണ് അതിനകത്ത് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റിലൂടെ കമൻറ്റ് അയച്ച് ചോദിച്ച് ഞാൻ അതിന് റിപ്ലൈ തരാവേ. ആർക്കെങ്കിലും എൻ്റെ ഈ ഒരു സർജറി എക്സ്പീരിയൻസ് കൊണ്ട് ആർക്കെങ്കിലും അത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ സർജറി പോകുന്നതും സ്ഥലങ്ങളും അങ്ങനെ എന്ത് ഇത് വേണമെങ്കിലും എൻ്റെ അടുത്ത് കമൻറ്റ് അയച്ച് ചോദിച്ച് ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും. Okay, thank you for watching my video. Thank you.